എടി ചെന്താമരെ. അയ്യോ അമ്മായിയോ? അമ്മായി ഇത് എപ്പോ വന്നു? അമ്മായി വന്നിട്ട് 10-55 കൊല്ലമായിടി. ആണോ? അതല്ല, ഞാൻ കണ്ടില്ല. നേരെ ഉരുട്ടി തുടങ്ങി. ബാക്കിയുള്ള കിനാവ് വീട്ടിൽ പോയിരുന്നു കാണാൻ നോക്ക. അല്ല, അത് പിന്നെ അമ്മായി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊല്ലം എത്രയാ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും മാർക്കറ്റിലേക്കുള്ള മൊത്തം പൂവെടുക്കാൻ ഞാൻ തന്നെ പോണെന്ന് വെച്ചാ? ഒന്നുമില്ലല്ലോ, ഞാനൊരു പെൺകുട്ടിയല്ലേ. അയ്യോ, നല്ല യമണ്ട ഇടിയായിരുന്നു കേട്ടോ. എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ അമ്മായി. അതുകൊണ്ടായിരിക്കും അമ്മായിയുടെ ചെന്താമരക്കുട്ടി ഒറ്റയ്ക്കിരുന്ന് കിനാവ് കാണുന്നത്. വെറുതെ അല്ല നാട്ടുകാര് പറയുന്നേ, നിന്റെ പൂക്കടയെന്ന് വാടിയ പൂ മാത്രമേ കിട്ടത്തുള്ളന്ന്. പൊരിവയിലത്താണെങ്കിലും നിലാവാണെന്ന് കരുതി അലിബായിയും കിനാവ് കണ്ടിരിക്കലാണല്ലോ നിന്റെ പണി. ഞാൻ ഈ സ്വപ്നം കണ്ട് നടക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാവും അമ്മായി. എപ്പ പൊടി മാറിയെന്ന് ചോദിച്ചാ മതി. എടി ചെന്താമരെ, നീ ചന്തയിൽ ഐശ്വര്യ റായും നമ്മുടെ അലിഭായി അഭിഷേക് ബച്ചനുമായ സ്ഥിതിക്ക് നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കും, അത് ഉറപ്പാ. പിന്നെ ഒരു ചെറിയ പ്രശ്നം ഞാൻ ഇതിൽ കാണുന്നത്, നമ്മുടെ അലിബായുടെ ബാപ്പാന്റെ പേര് അമിതാഭ് ബച്ചൻ എന്നല്ലല്ലോ എന്നത് മാത്രം. നിന്നെ കെട്ടാൻ വരുന്നത് അമിതാഭ് ബച്ചനാണോടി? അല്ലല്ലോ, രജനീകാന്താണല്ലോ. എന്നാ നടന്നത് തന്നെ. നിന്റെ യോഗം എന്നെ പോലെ മൂത്ത് നരച്ചു പോവാനാണ്. ഒന്ന് പോതല്ലേ ഇവിടുന്ന്. അതെ, അങ്ങനെ ആരും എന്നെ കളിയാക്കൊന്നും വേണ്ട. ടാക്സും വാറ്റും ടിക്കറ്റും ഒന്നും എടുക്കാതെ ഈ ഭൂലോകത്ത് സ്വസ്ഥമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒറ്റ സാധനം സ്വപ്നം മാത്രമാ. ഈ പാവം ചെന്താമര അതെങ്കിലും ഒന്ന് കണ്ടോണ്ട് പോയിക്കോട്ടെ എന്റെ പൊടിപാറ്റി കല്ലങ്കാരികളെ. എന്തൊരു ചിരി പല്ലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അടിച്ചളക്കിയനെ. വാ അമ്മായി, മെനിങ്ങാത്ത പുട്ട് 2 വർഷം എടുക്കും. പഴം വേണ്ട, അടിച്ചു പൊട്ടിക്കാൻ ചുറ്റിക മതി. അമ്മായി ഇവിടെ റബ്ബർ ഷീറ്റിന്റെ പരിപാടി തുടങ്ങിയല്ലേ? സോറി, പൊറോട്ട ആയിരുന്നു. ഹായ്, പെരുന്നാൾ ഉറച്ചു. ഇനി മതിയേച്ചി, ബാക്കി പിന്നെ ഈ ബാപ്പയുടെ കിങ്ങിണിക്കുട്ടിക്ക് ഒരു ചുരിദാറ്, എന്റെ അനിയത്തി കുട്ടിക്ക് ഒരു സുന്ദരി സാരി. എന്റെ അമ്മണി അമ്മയ്ക്ക് പിന്നെ സെറ്റ് ഉണ്ടല്ലാതെ വേറൊന്നും ഇഷ്ടാവില്ലല്ലോ. എന്റെ പെരുന്നാൾ സ്പെഷ്യൽ. ഈ ദിവസം ഇവിടെ ഇതിന് മുടക്കം വരുത്താറില്ല. അവിടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും വല്ലതും? ഉമ്മാക്കുണ്ട് നല്ല വെള്ളകാച്ചിയും പട്ടുവപ്പായും. ബാപ്പയ്ക്കില്ല. അല്ല, ബാപ്പേ ഇല്ലല്ലോ. സലാമലൈക്കും. നമ്മുടെ ബാപ്പ. കടൽ നീന്തി ഇക്കരെ പറ്റിയപ്പോ 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ച് എന്റെ കണ്ണേട്ടൻ. എന്തേ കണ്ണേട്ടാ, അതല്ലേ എന്റെ ശരി? അതൊന്നുമല്ല അതിന്റെ ശരി. കാലം കുറെ കഴിഞ്ഞില്ലടാ, ഇനി അതൊക്കെ മറന്ന്. ഏതൊക്കെ മറക്കാൻ? ഇല്ല, എന്തൊക്കെ മറന്നാലും ഈ പെരുന്നാൾ രാവിലെ മറക്കാനാവാത്ത 3 മണങ്ങൾ ഓടിവരും ഈ മൂക്കും തുമ്പത്ത്. ഒന്ന് അന്നത്തെ പെരുന്നാളിന് ഞാനിട്ട നല്ല പളവളാ മിന്നണ പുത്തൻ ഉടുപ്പിന്റെ മണം. എനിക്ക് വേണ്ടി എന്റെ ഉമ്മ വിളമ്പി വെച്ചിട്ടും മുടങ്ങിപ്പോയ ആവി പറക്കണ പെരുന്നാൾ ചോറിന്റെ മണം. പിന്നെ കൂടെ പഠിച്ചവനെങ്കിലും കൂട്ടുകാരനാവാത്ത സുന്ദരന്റെ വലത് കൈയിൽ നിന്ന് ഈ മുഖത്തേക്ക് തെറിച്ച ചുടുചോരയുടെ മണം. അപ്പൊ പറഞ്ഞ പോലെ എല്ലാ കോയമാർക്കും ഗുഡ് നൈറ്റ്. അസ്സലാമലൈക്കും. എന്റെ ഉമ്മ ബിബി തമ്പുരാട്ടി. മതി മതി, ഇത്തിരി വൈകിയാലും എന്റെ കുട്ടി വന്നല്ലോ, അത് മതി ഉമ്മയ്ക്ക്. വരാതിരിക്കാൻ പറ്റുമോ എന്റെ ഉമ്മ ബിബി തമ്പുരാട്ടി? അങ്ങനെ ചെയ്താല് അത് ഈ ഉമ്മാന്റെ അൻവർ കുട്ടി എന്റെ ഉമ്മാനോട് കാണിക്കണ ഹറാം പറപ്പായി പോവില്ലേ? ഇത്തിരി അറാമ്പറപ്പ് മണക്കണുണ്ടെന്നെ. അതൊരു ഇത്തിരി. എവിടെ എന്റെ ഉമ്മാന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പെരുന്നാച്ചോറ്? തേങ്ങാച്ചോറ? ഓ, കോഴി ബിരിയാണി. 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും പെരുന്നാള് നിസ്കാരം കഴിഞ്ഞ് കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കണ്ടേ ഈ ചോറ്? തലേ ദിവസം പാതിരാത്രിയില് പിന്നാമ്പുറത്ത് കൂടി ഒന്ന് കഴിച്ചു പോകാനാണല്ലോ എന്റെ മോന്റെ യോഗം. പാതിരാത്രിക്ക് വിളമ്പിത്തരാനുമാണല്ലോ എന്റെ ഉമ്മാന്റെ യോഗം. യോഗം എന്ന് പറഞ്ഞാൽ അതാണ് ഉമ്മാ ലോകം.
ഇവിടെ ഇരുന്ന് നല്ലോണം അങ്ങോട്ട് കഴിച്ചൂടിന്റെ കുട്ടി. ബീവേ ഒരിറ്റ് കഞ്ഞിന്റെ വെള്ളം അങ്ങട് എടുത്താ. ഇതാ പറഞ്ഞേ. അത് ശരി, മഹാനായ ബറാമി സാഹിബ് ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഉറക്കം വരാനാ? ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ ചില്ലറയൊന്നും അല്ലല്ലോ. ആ, ഇങ്ങോട്ട് തരേ. അയ്യോ, അത് ഉപ്പാക്ക്. പെരുന്നാൾ ദിവസമായിട്ട് ഇനി ബാപ്പയ്ക്കൊന്നും കൊടുത്തില്ലെന്ന് പരാതി വേണ്ട. വേണ്ട. നല്ല ഒന്നാം നമ്പർ കള്ള. വേണ്ട. പഴയതൊക്കെ ഓർമ്മിച്ചെടുക്കാനും ഓർമ്മിച്ച് കിടക്കാനും പറ്റിയ ലായനിയാ. അയ്യോ, എന്റെ മമ്പോർത്ത ഈ തങ്ങളെ. കാര്യത്തിൽ ഒരു തങ്ങളും ഇല്ല, ബദരീങ്ങളും ഇല്ല. കൊണ്ടുപോയി കുടിക്കും. സാഹിബിന് ഒരു ഉഷാർ വരട്ടെ. ചെല്ലുണ്ടുമ്മ, ഇങ്ങനെ പേടിക്കാത് പഴയ കാലമൊന്നുമല്ലല്ലോ. ചെല്ല്. റബ്ബേ. പിന്നാമ്പറത്ത് 5,000-6,000 ആൾക്കാരുടെ ആ നേതാവ് വന്നിട്ടുണ്ടല്ലേ. അവനോട് പറഞ്ഞേക്കണം, ഇത് ഇച്ചിരി മട്ടുള്ള കള്ള, പള്ള കേടാവൂന്ന്. എന്താണോ അപ്പൊ ഈ ബറാമി ഇമാതിരി ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ചേനാ? അതിൽ മട്ടുണ്ടായിരുന്ന. ഈ കോളനിയിലെ ഏത് മാളത്തിനകത്താ നീയൊക്കെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പൊന്നു സാറേ, പുണ്യത്തിന് വേണ്ടി പടത്തോനോട് തേടണ ഈ പെരുന്നാൾ രാവിലെ 5 നേരവും നിസ്കരിക്കണ ഒരു മുസൽമാൻ കള്ളം പറയൂല. ഓഹോ, എന്റെ റബ്ബാണ് ഞമ്മക്കൊന്നും അറിയില്ല സാറേ. ഇതേ പടച്ചോനും പള്ളിയൊക്കെ ഉള്ള സമുദായത്തിൽ തന്നെയാ ഞാനും വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നാളെ പെരുന്നാൾ നിസ്കാരമല്ല, നിന്റെയൊക്കെ മയ്യത്ത് നമസ്കാരം. എന്തിന്റെ പേരിലാ ഈ പാവങ്ങളുടെ മേത്ത് ചാടിക്കയറണേ? അത് ചോദിക്കാൻ നീ ആരാ? ഇത് ഞങ്ങൾ പോലീസിന്റെ പണിയാ. നീ അവിടെ പാളയം മാർക്കറ്റിൽ മേഞ്ഞാ മതി. പാളയം മാർക്കറ്റിൽ മാത്രമല്ല, ചോദിച്ചു നോക്ക്. ഈ സർക്കിളേമാന് പറ്റാതെ വന്നപ്പോ പോലീസിന്റെ പണി ഏറ്റെടുത്ത് പണ്ടൊരു പൊന്നോണ രാവിലെ പൊട്ടണ സാധനങ്ങൾ പൊട്ടാതെ തന്നെ ഈ കോഴിക്കോടിന്റെ മുക്കിനും മൂലെന്ന് മാന്തിയെടുത്ത് ടൗൺ സ്റ്റേഷന് മുമ്പിൽ കൂമ്പാരമായി കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഞാനും എന്റെ ആൾക്കാരും. പുതിയ സാറിന് അതൊന്നും അറിഞ്ഞുകൂടായിരിക്കും. എന്താ ധാരണട്ടാ? അതല്ലേ ലോകം അറിയാത്ത സത്യം. അതെ സാർ, അത് തന്നെയാണ് സത്യം. അതൊക്കെ പണ്ട്. ഇത് അതൊന്നുമല്ല വിഷയം, മത തീവ്രവാദമാണ്. അയ്യേ, എന്താണ് സാർ? എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ ഈ കോളനിയിൽ എന്ത് മത തീവ്രവാദം? അതിന്റെ പേരിൽ എന്ത് സമ്പാദിക്കാനാ ഈ പാവങ്ങള്? എവിടുന്നോ 3-4 തുരുമ്പെടുത്ത വടിവാളും വാക്കത്തിയും കണ്ടെടുത്തതിന്റെ പേരില് നിങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സാറും സാറിന്റെ പോലീസും ഇതിനകത്ത് കയറി പരാക്രമം കാണിച്ച് ഏതെങ്കിലും ഒരെണ്ണം കാഞ്ഞു പോയാൽ പിന്നെ തീർന്നുപോയാൽ അതോടെ കളി മാറും. അതിന്റെ പേരിൽ പൊട്ടും പലയിടത്തും. നേരത്തെ പൊട്ടിയിട്ടുണ്ടല്ലോ. KSRTC സ്റ്റാൻഡിലും ബേപ്പൂർ തുറമുഖത്തും വിഷുവിന് മിഠായി തെരുവിൽ വന്നിറങ്ങിയ ഓലപ്പടക്കങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു 3 കിലോമീറ്റർ ദൂരം വരെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഉഗ്രജാതി ഇനങ്ങള്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ സാറിന്? സാർ വേണ്ട, അവിടെ നിൽക്ക് സാറേ. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോണം. ഞാനാ പറയുന്നത്. ഈ മണ്ണിന്റെ മണം അറിയാവുന്ന അലീഭായ് ഇതിനകത്ത് സാധനം ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റേഷനിലെത്തിക്കും. നിങ്ങൾ ബേജാറാക്കല്ലേ കോയ, പ്ലീസ്. Come on, സർ. ചോദിച്ചാൽ സത്യം പറയണം. എവിടെ സകല ചെറ്റത്തരങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നിങ്ങളുടെ കോളനിയിലെ നേതാക്കന്മാര്? ആ മുഷ്താഖൊക്കെ എവിടെയെന്നാ ചോദിച്ചത്? ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് അവരെ പറ്റി യാതൊരു അറിവില്ല. അറിവില്ലെങ്കിൽ വേണ്ട. രാമു വാ. നിൽക്കൂ. നിങ്ങൾ ചോദിച്ചില്ലേ, ആ ദുഷ്ടന്മാരൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. മോളെ നീ വേണ്ട, ആ സത്യം പറഞ്ഞ കൊന്നുകളിന്ന് പേടിച്ചിട്ടല്ലേ. അങ്ങനെ ചാവാണെങ്കിൽ ചാവട്ടെ. നാളെ ഇവരെ പോലെ മാനം വിറ്റ് ജീവിക്കുന്നതിലും ഭേദം ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത് മരിക്കുന്നതാ. സത്യം ഞാൻ പറയണേ, അവരൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. കേറി പൊക്കടാ സാരനായന്റെ മക്കളെ.
വേണ്ട കച്ചറയ്ക്ക് നിക്കല്ലേ. ഇത് ദസറ കോളനിയാ, ഇങ്ങോട്ട് കളി വേണ്ട. ഇത് ഞങ്ങളുടെ കോളനിയുടെ പ്രശ്ന. ഇതുപോലുള്ള കുറെ കോളനികൾ കൂടിയിട്ടാണ് കോയ ഒരു കോഴിക്കോട്ട് അങ്ങാടി ഉണ്ടാവുന്നത്. അപ്പൊ ഇത് കോളനിയുടെ മാത്രം പ്രശ്നമല്ല, കോഴിക്കോട്ട് അങ്ങാടിന്റെ പ്രശ്നം. അതിൽ നമ്മൾ ഇടപെടും കൂടെ. കാരണം നമ്മളും കോഴിക്കോട്ട് അങ്ങാടി മാറ്. അഞ്ചാം കെട്ടിലുണ്ടായ അറാത്ത് മുഷ്താഖ്, നീ ഉണ്ണിശങ്കരനും ഈ കള്ള നസ്രാണിയൊക്കെ ചേർന്ന് മതത്തിന്റെ പേരിൽ ഇവിടെ നടത്തുന്ന മതമൈത്രി തീവ്രവാദം കൊണ്ട് നാളെ ഉണ്ടാവാൻ പോകുന്ന മറ്റൊരു മാറാടും പൂന്തറയൊക്കെയാ. അങ്ങനെ വന്നാ പിന്നെ കൂറെ ഞാനൊക്കെ മീശയും പിടിച്ച് കായ വറുത്തും പൂഞ്ചി നിന്ന് പോരയിലിരിക്കും. നമ്മളിവിടെ ഈ റോള് കളിക്കാൻ വന്നിട്ട് 10-25 കൊല്ലായി കോയ. അതിന്റെ ഇടയൊക്കെ ഒരു കളിക്കാൻ വന്നാണ്ടല്ല അള്ളാനെ കുറെ ചക്കക്കുരു ചുട്ടെടുക്കണ പോലെ ചുട്ടെടുക്കും ഞാൻ. പറയുന്നേ എല്ലാറ്റിനെയും ചുരുട്ടിക്കൂട്ടി സ്റ്റേഷനിലേക്ക് എടുത്തോ.